ഹലോ സുഹൃത്തെ, നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 21 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി JD's കറണ്ട് അഫേഴ്സ്. വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് ജപ്പാനിലെ കോബ് എന്ന സ്ഥലത്താണ്. 400 മീറ്റർ ഫൈനൽ മത്സരത്തിൽ T20 എന്ന കാറ്റഗറിയിൽ ഇന്ത്യയുടെ ആന്ധ്രാപ്രദേശ് സ്വദേശിയായിട്ടുള്ള ദീപ്തി ജിവാൻജിക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചു. ഇപ്പൊ ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് ഇത്തരത്തിലുള്ള ഒരു ഈവന്റിൽ, അതായത് വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ ലഭിക്കുന്നത്. ഇതിനു മുമ്പ് 2024 പാരീസ് പാരാഒളിമ്പിക്സ് ക്വാളിഫൈ മത്സരത്തിൽ ഏഷ്യൻ റെക്കോർഡ് തകർത്തുകൊണ്ട് ദീപ്തി ജിവാൻജി വരാൻ പോകുന്ന പാരീസ് ഒളിമ്പിക്സിൽ ഇടം നേടിയിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വേൾഡ് റെക്കോർഡ് തകർത്തുകൊണ്ടാണ്, അതായത് 55.6 സെക്കൻഡ് കൊണ്ടാണ് T20 400 മീറ്റർ ഫൈനൽ മത്സരം വിജയിച്ചിട്ടുള്ളതും അതിലൂടെ തന്നെ സ്വർണം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളതും. ആന്ധ്രാപ്രദേശ് സ്വദേശിയായിട്ടുള്ള 20 വയസ്സുള്ള ദീപ്തി ജിവാൻജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബുദ്ധി പൂർണ്ണമായിട്ടും വികസിക്കാത്ത ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉള്ള ഒരു പെൺകുട്ടിയാണ്. ജനിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പാരന്റ്സിനോട് ചില ബന്ധുക്കൾ പറഞ്ഞിരുന്നു ഈ കുട്ടിയെ ഉപേക്ഷിക്കാൻ. എന്നാൽ ഇപ്പോൾ ദീപ്തി ജിവാൻജിയാണ് ഇന്ത്യക്ക് വേണ്ടി ഈ ഒരു സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളതും ആ പാരന്റ്സിന് ഇന്ന് വളരെ അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ളതും. അപ്പൊ ദീപ്തി ജിവാൻജി വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ള അത്ലറ്റാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല കാര്യങ്ങൾ നമുക്കൊരു ഇൻസ്പിറേഷൻ കൂടിയാണ്. ഓരോ പരീക്ഷകൾക്ക് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് ഇത്തരത്തിലുള്ള ചില നേട്ടങ്ങൾ അത് നമുക്കൊരു മോട്ടിവേഷൻ ആണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ മറ്റു കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ചൂണ്ടുവിരൽ ഉപയോഗിച്ച് നിരവധി സാഹിത്യ കൃതികൾ രചിച്ച ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പ്രവേശിച്ച കേരളത്തിൽ നിന്നുള്ള വ്യക്തിയുടെ പേര് പ്രകാശ് ബാബു. കൊല്ലം പട്ടത്താനം സ്വദേശിയായിട്ടുള്ള പ്രകാശ് ബാബു അബുദാബി വിമാനത്താവളത്തിൽ വളരെയധികം കാലം സേവനം നൽകിയിട്ടുള്ള വ്യക്തിയാണ്. നാട്ടിൽ എത്തിയതിനു ശേഷം അദ്ദേഹത്തിന് വന്നിട്ടുള്ള ഒരു സ്ട്രോക്ക് അതിലൂടെ പാരലൈസ് ആയി. എന്നാൽ അദ്ദേഹത്തിന്റെ ലൈഫിൽ നേടിയിട്ടുള്ള മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, അതായത് ഇടത് കൈയുടെ ചൂണ്ടുവിരൽ കൊണ്ട് അദ്ദേഹം പുസ്തകങ്ങൾ എഴുതാൻ തുടങ്ങി. കവിതകളും ചെറുകഥകൾ, ഉപന്യാസങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി സാഹിത്യകൃതികൾ എഴുതിയിട്ടുള്ള പ്രകാശ് ബാബു ഇന്നിപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുള്ള വ്യക്തിയാണ്. പ്രകാശ് ബാബു ഇദ്ദേഹം കൊല്ലം പട്ടത്താനം സ്വദേശിയാണ്. ഇബ്രാഹിം റൈസിയുടെ മരണശേഷം ആരാണ് ഇറാന്റെ ഇടക്കാല പ്രസിഡന്റായത്? മുഹമ്മദ് മൊക്ബർ. നമ്മൾ മിക്കവാറും പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാകാം. ഇന്നലത്തെ കറണ്ട് അഫേഴ്സിലും ഉണ്ടായിട്ടുള്ള ഒന്നായിരുന്നു, അതായത് ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിക്ക് വന്നിട്ടുള്ള ഹെലികോപ്റ്റർ അപകടം. എന്നാൽ ഇന്നലെ വൈകിട്ട് അത് സ്ഥിരീകരിച്ചു, അതായത് ഇബ്രാഹിം റൈസി ഈ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ച കാര്യം. അദ്ദേഹത്തോടൊപ്പം ഫോറിൻ മിനിസ്റ്റർ ഹുസൈൻ അമീർ അബ്ദുല്ല ഹിയാൻ കൂടി ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഇറാനിയൻ അസർബൈജാൻ ബോർഡറിലുള്ള ക്വിസ് കൊലാസി ഡാം എന്ന് പറയുന്ന ഒരു ഡാമിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ടെബ്രിസ് എന്ന സ്ഥലത്തേക്ക് വരുന്ന വഴിയിലാണ് അവർ ഒരു ടെറൈൻ, അതായത് മലനിരകളിൽ പെട്ട് അവരുടെ ഹെലികോപ്റ്റർ അപകടത്തിലായിട്ടുള്ളത്. അതിനുശേഷം ലേറ്റസ്റ്റ് ആയിട്ടുള്ള, അതായത് മെയ് 20 എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് അൽ ഖമേനി, അതായത് ഇറാന്റെ പൂർണ്ണമായിട്ടുള്ള അധികാരം കൈവച്ചിരിക്കുന്ന അൽ ഖമേനി അറിയിച്ചത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് മൊക്ബർ ഇടക്കാല പ്രസിഡന്റ് ആയിട്ട് ചുമതലയേൽക്കുന്ന കാര്യം. ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയാണ് അപകടത്തിൽപ്പെട്ടത്. അദ്ദേഹത്തിന് പകരമായിട്ട് ഇപ്പോൾ ഇടക്കാല പ്രസിഡന്റ് ആയിട്ട് മുഹമ്മദ് ഇക്ബാർ ആണ് ഇറാന്റെ പ്രസിഡന്റ് ആയിട്ട് ഇപ്പോൾ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. 2024 മെയ് 18 നടന്ന മെറൂൺ ബെറൈറ്റ് സെറിമോണിയൽ പരേഡ് ഏത് പ്രതിരോധ സേനയുമായി ബന്ധപ്പെട്ടതാണ്? ഗരുഡ് കമാൻഡോസ്. ഇപ്പൊ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു സ്പെഷ്യൽ ഫോഴ്സ് ആണ്, ഒരു സ്പെഷ്യൽ കമാൻഡോസ് ആണ് ഗരുഡ് കമാൻഡോസ്. 2004 ഫെബ്രുവരിയിൽ ആണ് ഈ ഒരു ഗരുഡ് കമാൻഡോസിന്റെ പുതിയൊരു യൂണിറ്റ് ആരംഭിച്ചിട്ടുള്ളത്. 1500ഓളം പേരാണ് ഗരുഡ് കമാൻഡോസ് ആയിട്ട് ഇന്ത്യൻ എയർഫോഴ്സിനുള്ളത്. അപ്പൊ ഈ കമാൻഡോസിന്റെ ഒരു പാസിംഗ് ഔട്ട് പരേഡ്, ഇതിനെ പറയുന്ന പേരാണ് മെറൂൺ ബെററ്റ് സെറിമോണിയൽ പരേഡ്. മെറൂൺ ബെററ്റ് സെറിമോണിയൽ പരേഡ് ഇത് നടന്നിട്ടുള്ളത് 2024 മെയ് 18. ഇപ്പൊ ഇന്ത്യൻ എയർഫോഴ്സിന്റെ വെസ്റ്റേൺ എയർ കമാൻഡിന്റെ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന രണ്ടാമത്തെ വ്യക്തി, അതായത് സാസോ, സീനിയർ എയർ സ്റ്റാഫ് ഓഫീസർ, അദ്ദേഹമായിരുന്നു ഈ പരേഡിന്റെ റിവ്യൂയിങ് ഓഫീസർ. ഗരുഡ് കമാൻഡോസ് ഇത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു സ്പെഷ്യൽ ഫോഴ്സ് ആണ്. ഇത് സ്ഥാപിതമായിട്ടുള്ളത് 2004 ഫെബ്രുവരിയിലാണ്. 2019 പ്രദേശം കേന്ദ്രഭരണ പ്രദേശമാക്കിയതിനു ശേഷം ലഡാക്ക് ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിന്റെ ശതമാനം എത്ര? 69%. ലഡാക്ക് എന്ന യൂണിയൻ ടെറിട്ടറി ഇത് സ്ഥാപിതമായിട്ടുള്ളത് 2019 ഒക്ടോബർ 31.
അതിനുശേഷം നടന്നിട്ടുള്ള ആദ്യത്തെ ലോക്സഭ ഇലക്ഷൻ ആണ് ഇപ്പോൾ നടന്നത്, അതായത് ഇന്നലെ മെയ് 20-ന്. ഇതിൽ ലഡാക്കിലെ 2 ഡിസ്ട്രിക്ട് ആയിട്ടുള്ള ലേ എന്ന ഡിസ്ട്രിക്റ്റിൽ 64.9% പോളിംഗും ലഡാക്ക് എന്ന ഡിസ്ട്രിക്റ്റിൽ 74% പോളിംഗ് ആണ് നടന്നിട്ടുള്ളത്. ലഡാക്കിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം മെജോറിറ്റി ആണെങ്കിൽ ലേ എന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് ബുദ്ധിസ്റ്റ് ആണ്. അപ്പൊ ഈ ഒരു ഇലക്ഷനിലാണ് ഇപ്പോൾ 69.62% വോട്ട് ആണ് ലഡാക്ക് ലോക്സഭയിൽ നടന്നിട്ടുള്ളത്. ആരാണ് തായ്വാന്റെ പുതിയ പ്രസിഡന്റ്? വില്യം ലായ് ചിങ് ടേ. വില്യം ലായ് ചിങ് ടേ ഇന്നലെ തായ്വാന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട് ചുമതലയേറ്റെടുത്തു. കഴിഞ്ഞ ജനുവരിയിലാണ് അദ്ദേഹം തായ്വാന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇലക്റ്റഡ് ആയിട്ടുള്ളത്. എന്നാൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് ഇന്നലെയായിരുന്നു, അതായത് മെയ് 20-ാം തീയതി. ചൈനയുടെ ഒരു സ്വയംഭരണ പ്രദേശമാണ് തായ്വാൻ. ഇത് പൂർണ്ണമായിട്ടും, എന്നാൽ തായ്വാന്റെ പ്രസിഡന്റ് ലായ് ചിങ് ടേ ആയിട്ട് ചൈനയ്ക്ക് അത്ര നല്ലൊരു ബന്ധമില്ല. അപ്പൊ തായ്വാന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ലായ് ചിങ് ടേ ചൈനയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അനാവശ്യമായിട്ടുള്ള പൊളിറ്റിക്കൽ മിലിറ്ററി ഭീഷണികൾ തായ്വാന്റെ മുകളിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. പൂനെ ആസ്ഥാനമായുള്ള സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ മലേറിയ വാക്സിനുകളുടെ ആദ്യ ശേഖരം ഏത് സ്ഥലത്തേക്ക് അയച്ചു? ആഫ്രിക്ക. പൂന ആസ്ഥാനമായിട്ടുള്ള ഒരു ഫാർമ കമ്പനിയാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. അപ്പൊ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും US ആസ്ഥാനമായിട്ടുള്ള ബയോടെക്നോളജി സ്ഥാപനമായിട്ടുള്ള നൊവോവാക്സ് മാട്രിക്സ് എം എന്നിവരുമായിട്ട് ഒരു പുതിയൊരു വാക്സിൻ മലേറിയയ്ക്ക് വേണ്ടി നിർമ്മിച്ചു. ഈ ഒരു വാക്സിന്റെ പേരാണ് R21 മാട്രിക്സ് എം എന്ന പേരിൽ. അപ്പൊ R21 മാട്രിക്സ് എം എന്ന ഈ ഒരു വാക്സിൻ ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ചിട്ടുള്ള രണ്ടാമത്തെ മലേറിയ വാക്സിൻ ആണ്. അപ്പൊ R21 മാട്രിക്സ് എം എന്ന വാക്സിൻ ഇത് നിർമ്മിക്കുന്നത് പൂന ആസ്ഥാനമായിട്ടുള്ള സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയാണ്. കസഖ്സ്ഥാനിലെ ആസ്താനയിൽ നടന്ന എലാഡ് കപ്പ് 2024 അവസാനിച്ചപ്പോൾ ആരാണ് ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണ മെഡൽ നേടിയത്? നിക്കിത് സരീനും മീനാക്ഷിയും. 2024 മൂന്നാം എലോഡ് കപ്പിൽ ഇന്ത്യ 12 മെഡൽ ആണ് നേടിയിട്ടുള്ളത്. ഇതിൽ 2 സ്വർണം, 2 വെള്ളി, 2 വെങ്കലം. ഈ 2 സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത് നിക്കിത് സരീനും മീനാക്ഷിയുമാണ്. ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ 21 പേരെയാണ് കസഖ്സ്ഥാനിൽ ഈ മത്സരത്തിന് വേണ്ടി അയച്ചത്. എന്നാൽ ഇതിൽ ഇന്ത്യക്ക് കരസ്ഥമാക്കാൻ സാധിച്ചത് 12 മെഡൽസ് ആണ്. ഇതിൽ നിക്കിത് സരീന്റെ പെർഫോമൻസ് അതിഗംഭീരമായിരുന്നു. വരാൻ പോകുന്ന പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു താരമാണ്, പ്രതീക്ഷ നൽകുന്ന ഒരു ബോക്സർ ആണ് നിക്കിത് സരീൻ. 52 കിലോഗ്രാമിലാണ് നിക്കിത് സരീൻ മത്സരിക്കുന്നത്. കസഖ്സ്ഥാന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള അസ്താനിൽ വെച്ചാണ് മൂന്നാമത്തെ എലോഡ് കപ്പ് നടന്നിട്ടുള്ളത്. ഇന്നലെ മെയ് 20 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു. 2024 ഇറ്റാലിയൻ ഓപ്പൺ ഫൈനൽ വനിതാ കിരീടം നേടിയ ഇഗ സ്വൈറ്റക് ഏത് രാജ്യക്കാരിയാണ്? ഇതിന്റെ ഉത്തരം പോളണ്ട്. പോളണ്ട് സ്വദേശിയാണ് ഇഗ സ്വൈറ്റക്. ഇഗ സ്വൈറ്റക് ആണ് 2024 ഇറ്റാലിയൻ ഓപ്പൺ കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇത് 3-ാമത്തെ പ്രാവശ്യമാണ് ഇഗ സ്വൈറ്റക് ഈ ഒരു കിരീടം കരസ്ഥമാക്കുന്നത്. ഇപ്പൊ ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ചൂണ്ടുവിരൽ ഉപയോഗിച്ച് നിരവധി സാഹിത്യ കൃതികൾ രചിച്ച, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പ്രവേശിച്ച കേരളത്തിൽ നിന്നുള്ള വ്യക്തിയുടെ പേര് പ്രകാശ് ബാബു. ഇബ്രാഹിം റൈസിയുടെ മരണശേഷം ആരാണ് ഇറാന്റെ ഇടക്കാല പ്രസിഡന്റായത്? മുഹമ്മദ് മൊക്ബർ. 2024 മെയ് 18-ന് നടന്ന മെറൂൺ ബെറൈറ്റ് സെറിമോണിയൽ പരേഡ് ഏത് പ്രതിരോധ സേനയുമായി ബന്ധപ്പെട്ടതാണ്? ഗരുഡ് കമാൻഡോകൾ. 2019 പ്രദേശം കേന്ദ്രഭരണ പ്രദേശമാക്കിയതിനു ശേഷം ലഡാക്ക് ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിന്റെ ശതമാനം എത്ര? 69%. ആരാണ് തായ്വാന്റെ പുതിയ പ്രസിഡന്റ്? വില്യം ലായ് ചിങ് ടേ. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഒരു ട്രാക്ക് ഇനത്തിൽ ഇന്ത്യക്ക് ആദ്യമായി സ്വർണം നേടിക്കൊടുത്തത് ആരാണ്? ദീപ്തി ജീവാൻജി. പൂനെ ആസ്ഥാനമായുള്ള സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ മലേറിയ വാക്സിനുകളുടെ ആദ്യ ശേഖരം ഏത് സ്ഥലത്തേക്ക് അയച്ചു? ആഫ്രിക്ക. കസഖ്സ്ഥാനിലെ ആസ്ഥാനിൽ നടന്ന എലോഡ് കപ്പ് 2024 അവസാനിച്ചപ്പോൾ ആരാണ് സ്വർണ്ണ മെഡൽ നേടിയത്? നിക്കിത് സരീനും മീനാക്ഷിയും. ഇന്ന് മെയ് 21 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്. കോബ്ര കമാൻഡോ ഈസ് എ സ്പെഷ്യലൈസ്ഡ് യൂണിറ്റ് ഓഫ് വിച്ച് സെൻട്രൽ ഫോഴ്സ്? ഏത് കേന്ദ്ര സേനയുടെ പ്രത്യേക യൂണിറ്റ് ആണ് കോബ്ര കമാൻഡോ? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും.
ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ആണ് ജേഡിസ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും നൽകാൻ ശ്രമിക്കുന്നത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.